ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാൻ നീണ്ടു പോകുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ കാണാൻ മടിയൊക്കെ ആയി തുടങ്ങി. എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വലിയ വലിയ വീഡിയോസൊക്കെ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് കാണണമല്ലോ. അപ്പോൾ അത് ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെട്ടു പോവുകയാണല്ലേ. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് എല്ലാവർക്കും ചെയ്ത് തീർക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ എന്താണെങ്കിലും ഇതുപോലെ വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ഇടാം കേട്ടോ. കാരണം കാണാൻ ഇഷ്ടമുള്ളവർ കാണും. അപ്പോൾ നമ്മൾ എന്താ പറയുക, വലിയ വീഡിയോ എന്താണെങ്കിലും ഇടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, വലിയ വീഡിയോ ഇട്ടിനി അതിങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ. പിന്നെ ഞാൻ ഓർക്കും, ഇതിപ്പോൾ നമ്മുടെ കയ്യിലല്ലോ ഫോൺ ഇരിക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് പോവാം, അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് പോവാം. കുഞ്ഞിനെ ഇഷ്ടമുള്ളവർ കാണും. അങ്ങനെ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. പിന്നെന്താ പറയുക, നമ്മൾ പതിവ് കാഴ്ചകളൊക്കെ തന്നെയാണല്ലേ നിങ്ങൾ എപ്പോഴും കാണുന്നത്. അതിനൊരു മാറ്റം വരണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നടക്കണം കേട്ടോ. അതുവരെ നിങ്ങൾ ഈ പതിവ് കാഴ്ചകളൊക്കെ തന്നെ കാണുകയുള്ളൂ. കാരണം ഇതാണ് എനിക്കിപ്പോൾ ചെയ്യാനുള്ളൂ. എൻ്റെ കുഞ്ഞിനെ വേണ്ടി എനിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് പുതുതായിട്ടൊരു കാര്യം ചെയ്യിക്കാനായിട്ട് പറ്റില്ലല്ലോ. അവനതൊന്ന് എന്താ പറയുക, റെഡിയായി വരണ്ടേ അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുമ്പം പതിയെ മാറ്റങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ആ ഒരു നിർത്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്തി അങ്ങനെ ഒരുവിധം ഒന്ന് ബാലൻസൊക്കെ ആയി വന്നപ്പോഴാണ് അന്ന് ആ പനി പിടിച്ചത് കേട്ടോ. അപ്പോൾ ആ കാലിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷനാകും. കാരണം അത് എന്നെ പോലെയുള്ള അമ്മമാർക്ക് അത് മനസ്സിലാവും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോരോ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അതെല്ലാം അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല എന്നുള്ള മട്ടിലങ്ങ് നിന്നു പോകും. കാരണം മനസ്സ് മുഴുവൻ ഒരു എന്താ പറയുക, എനിക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ, മറ്റുള്ള അമ്മമാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ്. ഞാനിങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബ്ലാങ്കായിട്ട് നിന്നു പോകും. അതൊരു കുറച്ച് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, വന്നല്ലോ ഇനി അതിൻ്റെ ബാക്കി നോക്കാതെ പറ്റൂലല്ലോ. കാരണം ഇവർക്ക് കുഞ്ഞിനുകുട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓടി നടക്കുന്ന കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അല്ലേ. എന്നോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കൈ പോലും പിടിക്കാതെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി മുറ്റത്തെ കൂടിയൊക്കെ ഒന്ന് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഒരുപാട് നമ്മുടെ വലുതാണല്ലേ. അതിൻ്റെ ഇരട്ടി വലുതായിരിക്കും നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ ആ ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കുഞ്ഞിനെക്കുട്ടൻ്റെ ആ ഒരു ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുന്നേന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് തെറാപ്പിയോടൊന്നും തീരെ സഹകരിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവനതിൻ്റെ ആവശ്യകത സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് കിടത്തേക്കാണെങ്കിൽ അവനറിയാം ഞാൻ അടുത്തതായിട്ട് ചെയ്യിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് മെല്ലെ എഴുന്നേറ്റ് വന്നിട്ട് എഴുന്നേറ്റിട്ട് ഇരിക്കില്ലേ, വീണ്ടും എഴുന്നേൽപ്പിക്കില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് പിന്നെ എന്നോട് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഞാനും ഇങ്ങനെ ആലോചിക്കൂട്ടോ, എൻ്റെ കുഞ്ഞപ്പോൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കടമ്പ അവന് കടക്കാനെന്ന് അറിയാമായിരിക്കും ഉള്ളിലല്ലേ. ഇപ്പം ഞാനങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിനെ അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നതെന്ന്. എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് ഇതൊന്നും എൻ്റെ കൊച്ചിന് പറ്റില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് എന്താ പറയുക, അതങ്ങനെ തന്നെയായി മാറും. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് വരും. കുഞ്ഞിനെ അതായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെ കുഞ്ഞിനെ അതായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വയ്യാത്ത മോൻ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, അങ്ങനത്തെ ഒരവസ്ഥയില്ല നമ്മുടെ വീട്ടിൽ. ആരും അങ്ങനെ ഒരു ഇത് ഭാവിക്കാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് കണ്ടു കഴിയുമ്പോൾ അയ്യോ എങ്ങനെ ഇരിക്കേണ്ട കുഞ്ഞായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, അയ്യോ ശരിയാണല്ലോ. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ കുഞ്ഞിനെ എങ്ങനെ നന്നായിട്ട് ഇരിക്കേണ്ട ആയിരുന്നല്ലോ, കാരണം ഒരു പ്രശ്നവുമില്ലാതെ ആ ഒരു 9 month വരെ പോയതാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മനുഷ്യരല്ലേ, നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ അപ്പോൾ തന്നെ ഒഴിവാക്കി വിടും. പിന്നെ നമ്മൾ അടുത്ത കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ
പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആരും കുഞ്ഞുണിക്കൊരു വയ്യായികയുള്ള ആളാണെന്നോ ചുമ്മാ കുഞ്ഞിനെ ഇതങ്ങ് ചെയ്തേ, കുഞ്ഞിനെ നീ എന്നടാ കുഞ്ഞിനെ ഈ കാണിക്കുന്നേ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ അയ്യോ അമ്മയുടെ പൊന്നെ, അമ്മയുടെ ചക്കരമുത്തേ വാവേ, കുഞ്ചിക്കില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് നമ്മൾ അങ്ങനെ ഒരു കെയറിങ് കുഞ്ഞിനിക്ക് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ തന്നെ നിന്നു. ഇതിപ്പോൾ കുഞ്ഞുണ്ണിക്കും അറിയാം, ഇങ്ങനെ എന്താ പറയുക വാശിയൊക്കെ ഇട്ട് ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന ഞാൻ കുഞ്ഞിനെ ഒറ്റടി വെച്ച് തരും കേട്ടോ, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവനെ അറിയാം. അപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ കെയറിങ് ആയിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞുണ്ണീനെ ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം അവന് വന്നേക്കുന്നത് ചെറുതൊന്നും അല്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുഞ്ഞു ആവകളെ പോലെ ഇങ്ങനെ പുന്നാരിപ്പിച്ചിട്ടിരിക്കുമ്പോൾ അവരുടെ മൈൻഡ് വളരില്ല. അതായത് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമായിരിക്കും, ഓ ഞാനിപ്പോഴും കുഞ്ഞു വാവയാണ് എന്നൊരു ചിന്തയായിരിക്കും അവർക്ക് വരുന്നത്. നമ്മളിങ്ങനെ ഒരു സാധാരണ ഒരു കുട്ടിയെ പോലെ നമ്മൾ പരിപാലിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ചിന്ത ഉണ്ടാവും, ഞാൻ എന്താ പറയുക എനിക്ക് പ്രത്യേകതയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യായികയൊന്നുമില്ല എന്നായിരിക്കും അവരും ഒരുപക്ഷെ ചിന്തിക്കുന്നതല്ലേ. അപ്പം മെല്ലെ 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 അവർ അത് ഓക്കെ ആയി പോന്നോളൂ അല്ലേ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ കുഞ്ഞിനെക്കുട്ടിനെ എന്താണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ടെന്ന് പരിപാടിയെന്ന്. അപ്പോൾ നമ്മൾ എണ്ണ തേപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അല്ലു വന്നിട്ടാണെങ്കിൽ കുഞ്ഞിനുടെ എണ്ണയുടെ അടപ്പ് തുറന്നിട്ട് അവിടെ മുഴുവൻ ഒഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഞാനത് അക്കു എനിക്കൊരു പാത്രം എടുത്തിട്ട് വന്നിട്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടേ കുഞ്ഞിനുടെ ദേഹത്ത് മുഴുവൻ തേക്കരുത്. ശരിക്കും പറഞ്ഞാൽ എണ്ണത്തോടിയിൽ കിടത്തിയ പോലെ ആക്കിയെന്ന് പറയും കുഞ്ഞിനെക്കുട്ടനെ. ഭയങ്കര എന്താ പറയുക കുറേ എണ്ണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ദേഹത്ത് അവിടെ ഒക്കെ തേച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അല്ലുവിനെ വഴക്ക് പറഞ്ഞപ്പോൾ ദൂരെ പോയി ഇരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ അല്ലും കുഞ്ഞിപ്പെണ്ണും കൂടി നല്ല കുറുമ്പികളാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ പരമാവധി ഇങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്നിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെയിലത്തുനിന്ന് കയറൂല. ഭയങ്കര എന്താ പറയുക രണ്ടും കൂടി ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ട് നടക്കൂട്ടോ. അപ്പോൾ കുഞ്ഞിനെക്കൂട്ടനാണെങ്കിലും പിന്നെ ഇറങ്ങി പുറത്തിരിക്കണം. ഈ വെയിലല്ലേ, മുമ്പിൽ നല്ല വെയിലാട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പകൽ മിക്ക സമയത്ത് ഇങ്ങനെ കഥയൊക്കെ അടച്ച് അകത്ത് തന്നെ ഇരിക്കുക. വൈകുന്നേരം ആവട്ടെ എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങാനായിട്ട്. കുഞ്ഞിനിക്കാണെങ്കിൽ പിന്നെ അതിലും വരെ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അൻവിമോളാണെങ്കിൽ നമ്മുടെ ഈ അത്തപ്പൂ മുഴുവൻ നാശമാക്കി കളയേ. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ചാടലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പണി. യൂട്യൂബിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സില്ലാതെ കുട്ടികളെ ഇരുത്താൻ പാടില്ല കേട്ടോ. അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പം ഞാനിത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ബ്ലറാക്കാം, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എണ്ണ ഇങ്ങ് തേച്ചതാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ തന്നെയാണ് എണ്ണ തേക്കുന്നത്. ട്രൗസറും ബനിയനും എല്ലാം മാറ്റും കേട്ടോ. ശരിക്കും അങ്ങനെയാണ് തേച്ച് കൊടുക്കേണ്ടത്. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്ത് എണ്ണയാണെന്നൊക്കെ. ഞാൻ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ധന്വന്തര തൈലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയൊക്കെ വാങ്ങിച്ച് തേക്കും കേട്ടോ. അപ്പം ദേഹത്ത് ഇങ്ങനെ നല്ല എന്താ പറയുക നമ്മുടെ അമ്മമാരുടെ കൈ ഇങ്ങനെ ദേഹത്തെ കൂടി ഓടുമ്പോൾ അവർക്ക് നല്ലതാണ്. അതിപ്പോൾ നമുക്കാണെങ്കിലും നമ്മളെന്തിനാ നമ്മളല്ല ഇങ്ങനെ ആളുകൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി പാർലറിലൊക്കെ പോകുമല്ലോ. അപ്പം ഞാനങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നമ്മളല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്തിങ്ങനെ അതായത് രക്തത്തിൻ്റെ ഒരു രക്തയോട്ടം കൂടാനും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ നല്ല സെറ്റപ്പായിട്ട് വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് എണ്ണയിട്ടുള്ള ഈ മസാജിങ് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ എണ്ണയുടെ ഒരു ഗുണം അവർക്ക് എന്താണെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ എണ്ണ തേക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫിസിയോതെറാപ്പി മാത്രം ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഈ എണ്ണ ഇട്ട് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യും. ഇപ്പം സംഗീത് സാറ് പറഞ്ഞു തന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഫിസിയോതെറാപ്പിയുടെ ആണെങ്കിലും എല്ലാം ഞാൻ എണ്ണ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല, എണ്ണയില്ലാതെ ഞാനിങ്ങനെ അവനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ഞാനൊരു ഒരു പൂർണ്ണമായിട്ട് അവനെ ചെയ്തു, അവന് ഇങ്ങനെയെല്ലാം തെറാപ്പികൾ ചെയ്തു കൊടുത്തു എന്നൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇതൊന്നുമില്ല, ഇപ്പം എപ്പോഴും തന്നെന്തരം എന്നൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും നല്ലതാണെന്ന് തോന്നുന്ന എണ്ണ അല്ലെങ്കിൽ ആരെല്ലാം പറയുന്നത് അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പം അതിങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഡോക്ടറിൻ്റെ ഒരു കീഴിൽ തന്നെ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഇന്നിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവേ. കാരണം എന്ന് പറഞ്ഞാൽ മക്കളെല്ലാവരും വീട്ടിലിരിക്കല്ലേ, ചേച്ചിയുടെ കൊച്ചുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫോണിൽ പാട്ടൊക്കെ വെച്ചേക്കുവാണ്. എനിക്ക് ഇന്നും ഇത് സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം
ആൻവിമോൾ ഇപ്പം അങ്ങനെ സമ്മതിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ ഡോർ അടച്ചിട്ട് ഇരുന്നാലും കതകിനിട്ട് വന്ന് അടി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളങ്ങളൊക്കെ ആയിരിക്കുമേ. അപ്പോൾ കുഞ്ഞുണിക്കാണെങ്കിലും കുറേ സമയം ഇങ്ങനെ അകത്തിരുത്തി കഴിയുമ്പോഴേ അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കണം. അപ്പം ഞാനിങ്ങനെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോണ്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി സമയമാണെങ്കിൽ ഇങ്ങനെ മാറി കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, നമ്മുടെ ആ ഒരു ചാനലുണ്ടല്ലോ ബ്ലൂമിങ് ഡേയ്സ് വിത്ത് ജിഷ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെറിയൊരു ഷോർട്സ് അല്ലേ ഇടുന്നത്. അപ്പോൾ എന്നാലും കുഞ്ഞിനെക്കൂട്ടിനെ അതിൻ്റെ അകത്ത് കണ്ടില്ലെങ്കിലും ആളുകളൊക്കെ എന്തോ ഒരു ഇത് വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചിലരിങ്ങനെ കുഞ്ഞിനെ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ അവനെ ശ്രദ്ധിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ചിലരുടെ ഉള്ളിലുണ്ടോ എന്നെനിക്കൊരു ഫീലിങ്സ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം കുഞ്ഞിനെക്കൂട്ടിനെ ഒഴിവാക്കി നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ ഷോർട്സ് അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ കുഞ്ഞിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലൊന്നും ചെയ്യാത്തത് കേട്ടോ. കാരണം അത് കുഞ്ഞിനെക്കൊണ്ട് ഇഷ്ടമുള്ളവർക്കുള്ളൊരു ചാനലാണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനും എൻ്റേതായ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാൻ, അതായത് ചെടികളുടെ കാര്യങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അതൊക്കെ പതുക്കെ ഇട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നാണെങ്കിലും 10 രൂപ കിട്ടി കഴിഞ്ഞാൽ അത് ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, എനിക്കിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ കുറച്ച് കമൻ്റൊക്കെ ഇങ്ങനെ, കമൻ്റല്ല നമുക്ക് മെസ്സേജ് ഇങ്ങനെ വരാറുണ്ട്, മോനെ കാണിക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത്. അതിലിങ്ങനെ ഞാനും എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് എടുത്ത് കാണിക്കാനായിട്ട്. പിന്നെ ചിലപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും. ഇവിടെ ഞാനാണെങ്കിൽ ആ എണ്ണയുടെ പാട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറൊക്കെ തൂക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ആൾ അതിൻ്റെ അകത്ത് കയറി കിടന്ന് പെരിച്ചിട്ടുണ്ട്. അൻവിമോൾ ഉറക്കമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഇതിലപ്പുറമായേനെ. അപ്പോൾ ഞാൻ വലിയ വീഡിയോ എടുക്കട്ടെ, മുഖം ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കമിഴ്ന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇപ്പം കണ്ട വീഡിയോയ്ക്ക് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. അതെന്നാന്ന് ഞാൻ പറയാവേ. പിന്നെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഒരുപാട് നാളായിരുന്നു കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട്. അപ്പോൾ കുഞ്ഞിന് വണ്ടിയിലിരുന്ന് ഭയങ്കര അടിച്ച് പൊളിച്ചാണേ പോയത്. നമ്മൾ ചാനലിൽ കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് കാറിൽ പോകണം, അവന് ഇഷ്ടമാണല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും കുറച്ച് ദൂരം പോകണമായിരുന്നു, കിഴക്കമ്പലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ദൂരം പോകുമ്പോഴത്തേന് ആൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരുന്നു. പിന്നെ കുറേ സമയം ഇരുന്ന് വണ്ടിയിലിരുന്ന് ഉറങ്ങി. ഇപ്പോൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളൂ ടാശാൻ. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു നമുക്കൊരു കാർ സീറ്റ് വാങ്ങിച്ചാലോ, അപ്പോൾ അവന് ഉറങ്ങാനൊക്കെ നല്ല സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇപ്പോൾ കാർ സീറ്റ്, വീൽ ചെയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാത്തത്. കാർ സീറ്റിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് എന്നോട് അന്നേരം അനിയത്തി പറഞ്ഞു കേട്ടോ. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് നിർബന്ധമാണ്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വണ്ടിയെല്ലാം നിർബന്ധമാണെന്നൊക്കെ അവൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീൽ ചെയറൊക്കെ ഞാൻ വാങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രോളർ അങ്ങനത്തെയൊക്കെ ഇല്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാട്ടോ. കാരണം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കേണ്ട വരുമോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാത്തത്. നമ്മൾ പോകുമ്പോൾ റിസ്ക് എടുത്ത് അവനെ എടുത്തിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ട് വീൽ ചെയർ, അതായത് സ്ട്രോളറൊക്കെ ഉള്ളത് തന്നെയാണെന്നാണ് തോന്നുന്നത് അല്ലേ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാട്ടോ, അവൻ അങ്ങനെ തന്നെ ആയി പോവുമോ. എനിക്ക് അവനെ നടത്തണം, എൻ്റെ ഒരു ആഗ്രഹം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ കാർ സീറ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് പോകാമല്ലോ. ഇപ്പോൾ ഉറങ്ങുകയൊക്കെ ആണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇനി OLX എവിടെയെങ്കിലും ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം കുറച്ച് ലോങ് പോകുമ്പോൾ അതായിരിക്കും കുഞ്ഞുണ്ണിക്ക് സുഖം എന്ന് തോന്നുന്നു. ഇപ്പോൾ അൻവിമോൾക്കെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അൻവിമോൾക്ക് ഉപയോഗിക്കാമെന്ന് പറയും. പക്ഷേ അൻവിമോൾ വണ്ടിയിൽ എന്താ പറയുക, ഉറങ്ങുന്ന സമയത്തല്ലാതെ ഇരിക്കലൊന്നും ഇല്ല കേട്ടോ. ഫുൾ ടൈം പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് കൂടനും ഇങ്ങനെ പുറത്തേക്ക് നോക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവന് അത്രയ്ക്കും കാണാൻ പറ്റൂല ഇരുന്ന് കഴിയുമ്പോഴേ. അതുകൊണ്ടാണ് അതങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചതേ. അപ്പം ഞാൻ പറയാൻ വന്നത് വേറൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ ഗുണം ഉണ്ടായില്ലെങ്കിലും ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പാട്ട് പാടാൻ വന്ന കുട്ടി ഞാൻ അറിയുന്നായിരുന്നു കേട്ടോ, അടിമാലിലുള്ളതായിരുന്നേ. അപ്പോൾ അവരിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കത് അറിയാമായിരുന്നു. ഫേസ്ബുക്ക് വഴി ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. കുഞ്ഞിനുണ്ടായ സമയത്തൊക്കെ ഞാൻ ഓരോരോ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ആൾക്കും ഒരു മോനുണ്ട് കേട്ടോ, ഒരു കുട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അവനൊരു ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവനെ
ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അവൻ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, സംസാരിക്കുന്നതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡൗൺ സിൻഡ്രോം അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പുറത്ത് ആ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് പോയേക്കുമെന്നും എനിക്കറിയായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വർത്താനം പറഞ്ഞു. അവളും എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞിനെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നല്ലതാണ്, നല്ല ഒരു സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അവളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് സ്നേഹം നിലയം എന്നാണ് പേര്. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്ഥലപ്പേര് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്റർമാർ നടത്തുന്നതെന്ന് പറഞ്ഞു. നിങ്ങളത് ഈ എറണാകുളം സൈഡിൽ എവിടെയെങ്കിലും ഉള്ളവർ ഈ സ്നേഹനിലയം എന്ന് വന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാവേ. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ കേട്ടോ, സിസ്റ്റർമാർ നടത്തുന്നതെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കുട്ടീനെയും കൊണ്ട് പോകുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞിനെ ആണെങ്കിലും ഇപ്പോൾ കുഞ്ഞിനെ പോലത്തെ മറ്റ് മക്കളാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9:30 ആകുമ്പോൾ തുടങ്ങും, 3:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു, സാധാരണ സ്കൂൾ പോലെ തന്നെ. ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഈ സ്പെഷ്യൽ സ്കൂൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ വിട്ടാൽ എന്താ, 1-2 സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ, ദൂരെയാണ് എന്നാലും ഉണ്ട്. അപ്പോൾ അവിടെ വിട്ടാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സ്പെഷ്യൽ സ്കൂളല്ല കേട്ടോ, പുനരധിവാസ കേന്ദ്രം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. ഇങ്ങനെ മക്കളെ ഉപേക്ഷിച്ച് കൊണ്ടുവിടില്ലേ പേരൻസ്, അങ്ങനെ പറയാൻ പാടില്ല അല്ലേ, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. അപ്പം അത് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് വിടാൻ എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവർ അങ്ങനെ ഒരു നല്ലതായിട്ട് നോക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരി അന്ന് അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇവിടെയൊന്നും അവർ നോക്കിയതേ ഇല്ല, കാരണം പോയിട്ട് കാര്യമില്ലെന്ന് അറിയാം. അപ്പോൾ അവരിങ്ങനെ ഒരു സ്ഥലം, ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ 9:30 തൊട്ട് 3:30 വരെയുണ്ട്. പിന്നെ അപ്പോൾ ഫുൾ കാര്യങ്ങൾ അവരാണ് നോക്കുന്നത്. ഇപ്പോൾ ആ കുട്ടി എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിനെ പോലത്തെ ഒരു കുഞ്ഞിനെ കൊണ്ടുവിടുകയാണെങ്കിൽ അവർ ആദ്യം തെറാപ്പി കൊടുക്കും. ഇപ്പോൾ എന്ത് തെറാപ്പിയാണോ വേണ്ടത്, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അങ്ങനെ ഒരുപാട് തെറാപ്പികളുടെ ആവശ്യം നമ്മുടെ കുഞ്ഞിനുകൂടനുണ്ട്. അപ്പോൾ അതേപോലെ ഏത് മക്കളാണെങ്കിലും അതിന് വേണ്ട തെറാപ്പികൾ കൊടുത്തിട്ട് ഇവർക്ക് എന്താണോ കഴിവുള്ളത് അതിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് വല്ലാണ്ട് കൊതിയായിട്ടോ. ഞാനിങ്ങനെ എൻ്റെ മനസ്സാ കല്യാണം ആ ഒരു ഫംഗ്ഷനിലേ ആയിരുന്നില്ല. ഞാനിങ്ങനെ എങ്ങനെ പോകും, ഞാൻ എങ്ങനെ അവിടെ ഒന്ന് എനിക്ക് എത്തിച്ചേരാൻ പറ്റും, കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അതെൻ്റെ മോനെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക, രാവിലെ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതായത് ഒരു സ്കൂളിൽ വിടുന്ന പോലെ തന്നെ അവനെന്താണോ കുറവുള്ളത് അത് കണ്ടെത്തി ആ കുറവുകൾ എന്താ പറയുക മാറ്റിയെടുക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അവൾ പറഞ്ഞത്. കാരണം ആ കുട്ടികളെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ്, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആ കുട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയതൊരു കൊച്ചൊരു എന്താ പറയുക, ഇപ്പം തമ്പുരുവിനെക്കാട്ടി മൂത്താണത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ കൊച്ചിന് മുതിർന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് പന്നിമോള് കുഞ്ഞാണല്ലോ, വണ്ടിക്കുട്ടി ഇത്തിരി കൂടി വലുതായി കഴിഞ്ഞാൽ ആ ഒരു അംഗൻവാടിയിലൊക്കെ വിടാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലും എന്നെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പോകും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിയായിപ്പോൾ എല്ലാവരും പറയാറുണ്ട്, അതുപോലെ തന്നെ ഞാനും പറയാറുണ്ട്, കുഞ്ഞ് ശരിയാവും, കുഞ്ഞ് ശരിയാവും. പക്ഷെ നമ്മൾ അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി കഴിയുമ്പോൾ അങ്ങനെ പോകാനായിട്ട് എനിക്ക് താല്പര്യമാണ്, മനസ്സ് പറയുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയത്നങ്ങളെല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. അതെന്താ പറയുക, നമ്മുടെ കുഞ്ഞിനെടുത്ത് അവിടെ കല്യാണ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് കൊതികുത്തിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറക്കിയത് കൊണ്ടാണ്, അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വിധത്തിൽ നമ്മൾ അവിടേക്ക് ഇരുത്തി, കാരണം ഇവിടുന്ന് നമ്മൾ പിന്നോട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നാൽ നമ്മൾ കുഞ്ഞിനെ കൊടുത്ത് പിന്നോട്ടേക്ക്, അതായത് വണ്ടിയെ കൊണ്ട് ഇരുത്താനും ഒന്നും ശ്രമിക്കില്ല കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ പങ്കെടുപ്പിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ആ ഇഷ്ടക്കേടൊക്കെ കുറഞ്ഞു വരണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, പറഞ്ഞ് വീഡിയോ നീണ്ടുപോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.